ഏപ്രിൽ 7-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് പുതിയ പാമ്പൻ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാണ്. ഇതിനൊരു എഞ്ചിനീയറിംഗ് വണ്ടർ ആയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിയ പാമ്പൻ ബ്രിഡ്ജ്, അതായത് പാമ്പൻ റെയിൽവേ ബ്രിഡ്ജും അതുപോലെ പാമ്പൻ ബ്രിഡ്ജും, അതായത് രാമേശ്വരം ഐലൻഡിനെയും രാമനാഥപുരം, തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് കമ്പനിയാണ് 531 കോടി രൂപയ്ക്ക് 2.08 കിലോമീറ്റർ നീളത്തിലാണ് പണിതിട്ടുള്ളത്. ഇതിലെ 72.5 മീറ്റർ വെർട്ടിക്കൽ ലിഫ് സ്പാൻ ഉണ്ട്. അതായത് ഈ ഒരു കപ്പലുകളും മറ്റുമൊക്കെ വരുമ്പോൾ ഇത് ഉയർത്തി കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളതും കൂടി ഓർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാമേശ്വരം മുതൽ തമ്പരം, ചെന്നൈ വരെയുള്ള റെയിൽവേ സർവീസുകളും ട്രെയിൻ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ആണ് ഇത് എന്ന് കൂടി ഓർത്തു വെക്കാം. ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് വണ്ടർ ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് ബ്രിട്ടീഷ് എറ പാമ്പൻ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ 3 മീറ്റർ അധികം ടോളർ ആണ് ഇത് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അപ്പോൾ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി വരും, ട്രേഡിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി വരും, അതുപോലെ ടൂറിസത്തിലേക്കും മറ്റുമൊക്കെ ബിസിനസ് ട്രാവലിനും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് പണിതിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം കടലിലാണ് തുരുമ്പിക്കൻ കൊറോഷൻ ഉണ്ടാവാൻ സാധ്യത, അതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം പാക് സ്ട്രൈറ്റ് പ്രദേശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് മാന്നാർ കാണാൻ പറ്റും, പാക് ബേ കാണാൻ പറ്റും, പാക് സ്ട്രൈറ്റ് കാണും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് പാക് സ്ട്രൈറ്റ്, പാക് കടലിടുക്ക് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രദേശത്താണ് നമുക്ക് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റുക. മോഡി ഈ ഒരു പ്രദേശത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പ്രത്യേകിച്ചും എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും നമ്മുടെ രാജ്യം നേരിട്ട നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേയിലും മറ്റുമൊക്കെ 6 മടങ്ങ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ റോഡുകൾ, പോർട്ടുകൾ, എയർപോർട്ടുകൾ ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട്. പ്രധാനപ്പെട്ട കുറച്ച് പ്രൊജക്ടുകളുടെ വിശദാംശങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെനാബ് റെയിൽ ബ്രിഡ്ജ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടാക്കിയുള്ളത് വൺ ഓഫ് ദ ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജസ് ഇൻ ദ വേൾഡ് ആണ്. ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ ബ്രിഡ്ജുകളിൽ ലോകത്തിലെ തന്നെ ഒന്നാണ്. അതേപോലെ തന്നെ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് ആയിട്ടുള്ള അടൽ സേതുവിനെ കുറിച്ചിട്ട് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ബോജിബീൽ ബ്രിഡ്ജ് ലോങ്സ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ്, ബ്രഹ്മപുത്ര നദിക്ക് എഗെയിൻസ്റ്റ് അക്രോസ് ആയിട്ട് അസാമിൽ പണിതിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അതും അണ്ടർ വേയിലാണെന്ന് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന്റെ വെറും 12% ജഡ്ജിമാർ മാത്രമാണ് ഹൈക്കോടതിയിൽ അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ നോക്കി കഴിഞ്ഞാൽ 16 ജഡ്ജസിൽ ഒരാൾ മാത്രമാണ് സ്വത്ത് വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മദ്രാസ് ഹൈക്കോടതിയിൽ 65 പേരിൽ 5 പേര് മാത്രമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഡൽഹിയിലാണെങ്കിൽ 38 പേരിൽ 7 പേരാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കേരളമാണ് ടോപ്പ് ആയി കിടക്കുന്നത്, 44-ൽ 41 പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ്. ഇന്ത്യയിൽ 769 ഹൈക്കോടതി ജഡ്ജിമാരാണുള്ളത്, 25 ഹൈക്കോടതികളായിട്ട്. അതിൽ 95 പേര് മാത്രമാണ്, 12.35% ആൾക്കാർ മാത്രമാണ് അവരുടെ അസറ്റ്സും ലയബിലിറ്റീസും ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകളുടെ കൂട്ടം കണ്ടെത്തിയ കാര്യം നിങ്ങൾ വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ജഡ്ജിമാർ അവരുടെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 33 സുപ്രീം കോടതി ജഡ്ജിമാരും ഏപ്രിൽ 1-ന് അവരുടെ അസറ്റുകൾ പബ്ലിക്കലി ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജഡ്ജസ്മാർ ഡീറ്റെയിൽസ് തന്നതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ളത് കേരള ഹൈക്കോടതിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 44 ജഡ്ജസിൽ 41 പേരും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹിമാചൽ പ്രദേശിലെ ഹൈക്കോർട്ടാണ്, 12 പേരിൽ 11 പേരുണ്ട് എന്നുള്ളതാണ്. ഇനി ചില ഹൈക്കോടതിയിൽ വളരെതാണ്, ഛത്തീസ്ഗഡിൽ 16-ൽ ഒരാൾ, മദ്രാസ് ഹൈക്കോടതിയിൽ 65-ൽ 5 ആളൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുക. ഡൽഹി ഹൈക്കോടതിയുടെ കേസിലും വളരെ മോശം തന്നെയാണ്. 2018-ൽ 35-ൽ 29 ജഡ്ജസ്മാർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2018 ഇപ്പോഴത്തേക്ക് അത് 38-ൽ 7 പേര് മാത്രമാണ് എന്നുള്ളത് ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഫോമർ ജഡ്ജസ്മാരൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ജഡ്ജിമാർ അത് ചെയ്യുന്നില്ല എന്നുള്ള വിഷയമാണ്. 33 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 30 പേരും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 30 പേരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്
പബ്ലിക്കലി റീസെന്റ് ആയിട്ട് അവൈലബിൾ ആവും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നതായിട്ടുള്ളത്. 2023 പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള അസറ്റ് ഡിക്ലറേഷൻ മാൻഡേറ്ററി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജസിന് പോലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പബ്ലിക് ഒഫീഷ്യൽസ് ജഡ്ജസ് ഉൾപ്പെടെ അവരുടെ അസറ്റുകളെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യകതയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്ന് ജനങ്ങളുടെ പൈസയാണ് അവർക്ക് വരുമാനമായിട്ട് നൽകുന്നത് എന്നുള്ളതാണ്. അടുത്തത് വേൾഡ് ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ആർട്ടിക്കിളുകളാണ് നമ്മൾ ബ്രീഫ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ഇത് റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്നതുകൊണ്ട് വരുന്നതല്ല, കോമൺ ആയിട്ട് ന്യൂസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ. അത് വേൾഡ് ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് വാർത്തയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7 ആണ്, ലോകാരോഗ്യ ദിനമാണ്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ വിളിക്കാം. ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ക്യാൻസർ, ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസ്, സ്ട്രോക്കുകൾ ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മരണ കാരണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏകദേശം 5 മുതൽ 6 മില്യൺ ഡെത്തുകൾ, അതായത് 50 ലക്ഷം മുതൽ 60 ലക്ഷം വരെ മരണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും ആൾക്കാർ 30 വയസ്സിലും 40 വയസ്സിനും ഇടയിലൊക്കെ ഈ ഒരു മരണം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബേർഡൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ഒരു ചാലഞ്ചാണ്. കാരണം ജോലി ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ് ഈ രോഗം വന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നതായിട്ടുള്ളത്. നമ്മുടെ യൂത്ത്ഫുൾ വർക്ക് ഫോഴ്സിനെ അത് ഇമ്പാക്ട് ചെയ്യും. ഇന്ത്യൻ എക്കണോമിയെ ഒരു $5 ട്രില്യൺ എക്കണോമി ആക്കി മാറ്റുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ യൂത്ത് ഒക്കെ രോഗബാധിതരായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ പല ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് കെയർ എടുക്കേണ്ട, ഇത്തരം രോഗങ്ങൾ വരുന്നതിനെ തടയേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇന്ത്യയുടെ GDP-യുടെ 5 മുതൽ 10% നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത്. ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ വർക്ക് ഫോഴ്സിലെ പാർട്ടിസിപ്പേഷൻ കുറവ് കാരണം ഉണ്ടാക്കുന്നത്. ഏകദേശം 3.5 മുതൽ 4 ട്രില്യൺ US$ ലോസ് തന്നെ 2030 കൂടിയിട്ട് ഇത് ഉണ്ടാക്കുന്നു എന്നുള്ള വിവിധ തരത്തിലുള്ള പ്രൊജക്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രോഗം വന്നിട്ട് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മെഷർ ആയിട്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ലോങ് ടേം ഗ്രോത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ബേർഡൻ കുറക്കുക എന്നുള്ളത് വർക്ക് ഫോഴ്സിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്താനും എക്കണോമിക് സ്റ്റെബിലിറ്റി, രാജ്യത്തെ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയും വളരെയധികം സഹായിക്കും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ ലാർജ്ലി പ്രിവെന്റബിൾ ആണ്. മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. ചില രോഗങ്ങൾ മാത്രമാണ് ജനറ്റിക്കലായി വരുന്നതായിട്ടുള്ളത്, മറ്റൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ടാണ്. കൃത്യമായിട്ടുള്ള എക്സസൈസും റെഗുലർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പല രോഗങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി വരും. ഏകദേശം 80% പ്രിമേച്ചർ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസും സ്ട്രോക്കും ഡയബറ്റീസും എല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയാണ്, കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്, ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും വോക്ക് ചെയ്യുക, യോഗ ചെയ്യുക, എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത് തന്നെ നമുക്ക് ഈ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻസും ഒക്കെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഷുഗർ, സാൾട്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൊബാക്കോ, അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസ്, പുകയിലയുടെയും മദ്യത്തിന്റെയും ഉപയോഗം ഒഴിവാക്കുക, എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും റെസ്പിറേറ്ററി അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ഈ ഒരു എയർ പൊല്യൂഷനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് സ്ക്രീനിങ്ങുകൾ നടത്തുക. 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഹെൽത്ത് പരിശോധിക്കുക എന്നുള്ളതും ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതും രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈവൻ നമുക്ക് സ്മാർട്ട് ഫോണുകളും ഇന്നത്തെ വിയറബിൾസ്, കയ്യിലൊക്കെ കെട്ടുന്ന വാച്ചിലൊക്കെ നമുക്ക് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 750 മില്യൺ സ്മാർട്ട് ഫോണുകൾ, 75 കോടിയോളം സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിലുണ്ട്, യൂസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മൊബൈൽ ആപ്പുകളും മറ്റും ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഹെൽത്തിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ വിയറബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ ഉണ്ട്, അവയും നമുക്ക് നമ്മുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് മാനേജ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടൂളുകളെയും നമുക്ക് ഈ ഒരു ഹെൽത്തിനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു AI-ക്ക് കണ്ടീഷൻസിനെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രിവെന്റീവ് കെയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ വെൽഫെയർ, കമ്പാഷൻ, എത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓഥർ ഡിസ്കസ് ചെയ്തതെങ്കിൽ, അടുത്ത ഓഥർ ഇന്ത്യയിലെ ഹെൽത്തും അതിന്റെ സാനിറ്റേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതായത് ഹൈജീൻ അല്ലെങ്കിൽ വൃത്തി അല്ലെങ്കിൽ ശുദ്ധത എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസിനെയാണ് പറയുന്നത്. ജലജീവൻ
മിഷന്റെ ജോയിന്റ് സെക്രട്ടറി ആണ് ഇവിടുത്തെ ഓദർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷനും ഗ്രാമീൺ ജൽ ജീവൻ മിഷനും ഒക്കെ റൂറൽ ജൽ ജീവൻ മിഷനും ഒക്കെ ഇന്ത്യയുടെ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ സെക്ടറിനെ കാര്യമായിട്ട് റീഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഉദാഹരണത്തിന് സ്വച്ഛ് ഭാരത് മിഷൻ 2014 ലോഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഓപ്പൺ ഡിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതായത് പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടായിരുന്നു. 2019 ഇന്ത്യയെ അത് സ്വതന്ത്രമാക്കി പ്രഖ്യാപിച്ചു. 11 വർഷം, അതായത് യുഎന്നിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ 2030 അച്ചീവ് ചെയ്യേണ്ടത്. അതിനേക്കാൾ 11 വർഷം മുന്നേ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ 6.2 എന്ന് പറയുന്ന ടാർഗറ്റ്, അതായത് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി മാറ്റുക എന്നുള്ളത് നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി ഇത്തരത്തിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഡയറിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി മാറ്റിയതോട് കൂടിയിട്ട് ഏകദേശം 3 ലക്ഷത്തോളം ഡയറിയൽ ഡിസീസസിനെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ചൈൽഡ് വാസ്റ്റിംഗ്, അതുപോലെ തന്നെ മറ്റുമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സഹായിച്ചു എന്നുള്ളതാണ്. ജലജീവൻ മിഷൻ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഡ്രിങ്കിങ് വാട്ടർ ടാപ്പ് കണക്ഷൻ വഴി 5.5 കോടി ആൾക്കാരുടെ മണിക്കൂറുകൾ സേവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഇൻഫാന്റ് ഡെത്തിനെ തടയാൻ സഹായിച്ചു എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്തിലും എക്കണോമിയിലും ഒക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൽജീവൻ മിഷനും അതുപോലെ തന്നെ ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷനും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ കുറയാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ലോങ് ടേം ഹെൽത്ത് റെസിലിയൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിസർച്ചിൽ സേഫ് വാട്ടർ 4 ലക്ഷത്തോളം ഡയേറിയൽ ഡെത്തുകളെ ഒരു വർഷം കുറക്കാൻ സഹായിക്കും, ചൈൽഡ് മോർട്ടാലിറ്റിയെ സിഗ്നിഫിക്കൻ്റ്ലി കുറക്കാൻ സഹായിക്കും എന്ന് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലീൻ വാട്ടർ നമ്മുടെ രാജ്യത്ത് നൽകുന്നത് വഴി അതിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും, അഗ്രികൾച്ചറിലും മറ്റുമൊക്കെ. കാരണം വീടുകളിൽ വെള്ളം കോരിക്കൊണ്ടാനും സൂക്ഷിക്കാനും ഒക്കെ സ്ത്രീകൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യണം. ആ ടൈം ഒക്കെ ഇപ്പോൾ പ്രൊഡക്റ്റീവ് പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെല്ലാം തന്നെ ആൾക്കാരുടെ ഹെൽത്ത് മെച്ചപ്പെടുന്നതിന് വേണ്ടിയും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നതിനും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ എംപവർമെന്റ് അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ 2.48 മില്യൺ, അതായത് 24.8 ലക്ഷം 25 ലക്ഷത്തോളം സ്ത്രീകളാണ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റേഴ്സ് ആയിട്ടും സാനിറ്റേഷൻ എന്റർപ്രണേഴ്സും ആയിട്ടൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വുമന്റെ നേതൃത്വത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സാനിറ്റേഷൻ ആസറ്റുകൾ മാനേജ് ചെയ്യാനും റീസൈക്ലിംഗ് സെന്ററുകളിലായിട്ടും സാനിറ്ററി നാപ്കിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തു കണ്ടിട്ടുണ്ട്. സുജൽ, സ്വച്ഛ് ഗാവോൺ തുടങ്ങിയിട്ടുള്ള മെഷേഴ്സ് വാട്ടർ സാനിറ്റേഷൻ അതുപോലെ ഹൈജീൻ ലെവൽ മെഷേഴ്സും വില്ലേജ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും അവിടുത്തെ ഒരു ഓണർഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഗ്ലോബലി വളരെ റിലവൻ്റ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ്. അതായത് ഇന്റർ മിനിസ്റ്റീരിയൽ വിവിധ മിനിസ്ട്രികൾ തമ്മിൽ ഹെൽത്ത്, വാട്ടർ, സാനിറ്റേഷൻ, റൂറൽ ഡെവലപ്മെന്റ് തുടങ്ങി വിവിധ മിനിസ്ട്രികൾ തമ്മിൽ പരസ്പരം കൊലാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലക്ഷ്യമൊക്കെ ഇന്ത്യയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് റിയൽ ടൈം ഡാഷ്ബോർഡുകൾ, സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നതിനുണ്ട് റിയൽ ടൈം ഡാഷ്ബോർഡുകൾ, വെബ്സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഗോബർധൻ ബയോഗ്യാസ് പ്ലാന്റുകൾ, വീടുകളിലും മറ്റുമൊക്കെ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റുപ്പിയും വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹെൽത്തിലും പ്രൊഡക്ടിവിറ്റിയിലും ജെൻഡർ ഇക്വിറ്റിയിലും എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയിലും ഒക്കെ നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിലുള്ള ഫെയർ ഹെൽത്ത് കെയർ, എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊണ്ടുവരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഓതേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഹെൽത്ത് ജേണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിസീസ് ബേർഡനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും മെറ്റേണൽ അതുപോലെ തന്നെ ന്യൂബേൺ ഹെൽത്തിനെയാണ്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അവരുടെ പ്രസവാനന്തര ആരോഗ്യം അതുപോലെ കുട്ടികളുടെ പുതുതായി ജനിച്ച കുട്ടികളുടെ ആരോഗ്യം ഇവയാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളതാണ് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്ന പേര് പറയാൻ കാരണം. ആയുഷ്മാൻ ഭാരത് അതുപോലെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോലുള്ള ഗവൺമെന്റ് സ്കീമുകൾ നിലവിൽ ഓൾറെഡി നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ 500 മില്യൺ ആൾക്കാർ 50 കോടിയോളം ആൾക്കാർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് നിലവിൽ ഈ ഒരു പ്രൈമറി ഹെൽത്ത് കെയറിൽ നേരിടുന്ന ചാലഞ്ച്, പ്രത്യേകിച്ചും സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, കൃത്യമായിട്ടുള്ള പുവർ ഡയഗ്നോസ്റ്റിക്സ് ആണ്, ഇറഗുലർ ആയിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ടയർ 2 ടയർ 3 സിറ്റികളിൽ പ്രത്യേകിച്ചും ഡോക്ടേഴ്സിനെ മറ്റുമൊക്കെ റൂറൽ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റെപ്പ് ഉണ്ടാവേണ്ടതായിട്ടാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ വീണ്ടും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇന്ത്യയിൽ 65% മരണങ്ങൾക്കും കാരണമാവുന്നത് ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാണെന്ന് പറയാൻ പറ്റും.
പറ്റും. ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ്, പ്രത്യേകിച്ചും ഡയബറ്റീസ് 101 മില്യൺ കേസ്, 10 കോടി കേസുകളാണ് ഒരു വർഷം നമുക്ക് കാണാൻ പറ്റുന്നത്. ഹേർട്ട് ഡിസീസുകളുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ട്, പൊല്യൂഷൻ റിലേറ്റഡ് ഡെത്തുകളൊക്കെ 2019 1.6 മില്യൺ, 16 ലക്ഷം പേരാണ് ഇത്തരത്തിലുള്ള പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ മരിച്ചിട്ടുള്ളത്. അതുപോലെ മാൽന്യൂട്രീഷൻ, കൃത്യമായിട്ടുള്ള ആരോഗ്യമില്ല എന്നുള്ളത്. 35% കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള 35% കുട്ടികൾ വരൾ വരൾ വളർച്ച മുരടിച്ച ആൾക്കാരാണ്, സ്റ്റണ്ടഡ് ആണ് എന്നുള്ളതാണ്. 57% സ്ത്രീകൾ, 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള 57% സ്ത്രീകളും അനീമിക് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഗവൺമെന്റ് പോഷൻ അഭിയാൻ പോലുള്ള സ്കീമുകൾ വഴി ഉച്ചഭക്ഷണമൊക്കെ, മിഡ് ഡേ മീൽ സ്കീമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാൽ ന്യൂട്രീഷനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇതിന്റെ പ്രോഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിലിറ്റി ഷോർട്ടേജ് ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. നമ്മൾ വിചാരിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആശുപത്രിയിൽ പൈസ പോകും എന്നുള്ളതാണ്. ഇത് ഏകദേശം 55 മില്യൺ ആൾക്കാരെ, അതായത് 5.5 കോടി ആൾക്കാരെയാണ് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് റിപ്പോർട്ട് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സഞ്ജീവനി തുടങ്ങിയിട്ടുള്ള മിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 10 കോടിയോളം ടെലി കൺസൾട്ടേഷൻസ് ആണ് ഇതുവഴി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം, ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. ഇന്നും 37% റൂറൽ ഹൗസ് ഹോൾഡിന് ഇന്റർനെറ്റ് ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇന്റർനെറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ടെക് സർവീസസുകൾ എടുക്കാൻ പറ്റണം എന്നില്ല. മറ്റൊന്നാണ് സൈബർ സെക്യൂരിറ്റി ആയിട്ടുള്ള റിസ്കുകളുണ്ട്. വീക്ക് ഡാറ്റ പ്രൈവസി ലോസും മറ്റൊരു കൺസേൺ തന്നെയാണെന്നുള്ളതാണ്. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, ഗ്രാമപ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, അതുപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുക, റൂറൽ മേഖലയിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് ഓർക്കുക, കൃത്യമായിട്ടുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്യുക, അതിനെ പബ്ലിഷ് ചെയ്യുക, പക്ഷെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടെക്നോളജീസ്, വിയറബിൾസ്, ഡയഗ്നോസ്റ്റിക്സ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, രോഗങ്ങളെ വളരെ വേഗത്തിൽ ഡിറ്റക്ട് ചെയ്യാനും മറ്റുമൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു റെസിലിയന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. 2030 അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫോക്കസ് ഏരിയ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, യൂണിവേഴ്സൽ ഇൻഷുറൻസ്, ഏർലി ചൈൽഡ്ഹുഡ് ഇന്റർവെൻഷൻസ് ആണ്. ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, യങ് പോപ്പുലേഷൻസ് ഉണ്ട്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സ്ട്രോങ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഉണ്ട്. സോ ഇന്ത്യക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയിലൊക്കെ ഇന്ത്യ ആ ഒരു ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. വാക്സിൻ ഇക്വിറ്റി, എല്ലാവർക്കും വാക്സിൻ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ പബ്ലിക് ഗുഡുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഹെൽത്ത് ഡിപ്ലോമസിയിലും ഒക്കെ ഇന്ത്യ മുന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും ഇടപെടലുണ്ട്. 14% ആൾക്കാർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നതാണ്. അതുപോലെ ക്ലൈമറ്റ് റെസിലിയൻസുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും വേണം. അതുപോലെ ടെലിമാനസ് പോലുള്ള ഇനീഷ്യേറ്റീവ്സ്, അതുപോലെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് പോലുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്ന് അതിനെയും ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ US ട്രംപിന് മൂന്നാമതും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുമോ, രണ്ടാമത് വന്നതേ ഉള്ളൂ, മൂന്നാമതും ആവാൻ പറ്റുമോ എന്നുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരാൾക്ക് എത്ര പ്രാവശ്യം പ്രസിഡന്റ് ആവാം എന്നതിനെ സംബന്ധിച്ച് ഒരു നിബന്ധനയുണ്ട് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം US പ്രസിഡന്റിന് എന്താണ് ഈ നിബന്ധന, എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്നുള്ളത്. മാർച്ച് 13 78 വയസ്സുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചാൽ, ഞാൻ തമാശ പറയല്ല, ഞാൻ മൂന്നാമതും US പ്രസിഡന്റ് ആവും എന്ന് പറഞ്ഞു. ഈ ഒരു സംസാരമാണ് ഈ ഒരു വാർത്ത വരാൻ വേണ്ടി കാരണമായിട്ടുള്ളത്. അദ്ദേഹം ഒരു ലീഗൽ ലൂപ്പ് ഹോൾ ഉണ്ട്, അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കൺസ്റ്റിറ്റ്യൂഷണലി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1951 22ാമത്തെ അമെൻമെന്റിൽ നമ്മൾ അമേരിക്കൻ ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചല്ല. പ്രസിഡന്റിന് 2 പ്രാവശ്യം മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് 4 പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ നിബന്ധന വന്നിട്ടുള്ളത്. എലിജിബിലിറ്റി റൂൾസ് എന്ന് വെച്ചാൽ മാക്സിമം 2 ടേംസേ പറ്റുള്ളൂ, ഈവൻ നോൺ കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ പോലും. 2 പ്രാവശ്യം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു പ്രാവശ്യം മാത്രമേ ഇലക്ഷന് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രംപ് ഓൾറെഡി 2 പ്രാവശ്യമായി, 2017 മുതൽ 21 വരെ 25, 29 ഇനി അദ്ദേഹത്തിന് തേർഡ് ടേം ഇല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലേ. അപ്പോൾ ഇനി എങ്ങനെ തേർഡ് ടേം ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു ലൂപ്പ് ഹോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ JD വാൻസിനെ പ്രസിഡന്റ് ആക്കി മാറ്റുക, 2028 ട്രംപ് വൈസ് പ്രസിഡന്റായി മാറുക. എന്നിട്ട് വാൻസ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിൽ ഒരു കാര്യമുണ്ട്, പ്രസിഡന്റ് റിസൈൻ ചെയ്താൽ വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ 12th അമെൻമെന്റിൽ ഈ ഒരു പ്രസിഡന്റ്
വൈസ് പ്രസിഡന്റ് ആവുന്നതിനെ ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടക്കുമോ എന്നുള്ളതും ഡൗട്ടാണ്. ചിലവർ പറയുന്നത് വെച്ചാൽ ലൈൻ ഓഫ് സക്സഷൻ തുടങ്ങിയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിക്കാൻ പറ്റും. സ്പീക്കർ ഓഫ് ദ ഹൗസിന് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ പദവിയിലേക്ക് ഉയർന്നു വരാം എന്നുള്ളതാണ്. പക്ഷേ 22ാമത്തെ അമെൻമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു അതായത് പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. അത്തരത്തിലുള്ള ചില ഗ്രേ ഏരിയാസ് മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ട്രംപ് അല്ല ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പല ലോക നേതാക്കന്മാരും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വ്ളാഡിമിർ പുടിൻ, അദ്ദേഹം ഇത്തരത്തിലുള്ള ലിമിറ്റുകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് റഷ്യയിൽ അദ്ദേഹം 2036 വരെ അദ്ദേഹത്തിന് തുടരാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടന സെറ്റ് ചെയ്ത് വെച്ചു. ഇനി തുർക്കിയിൽ നോക്കി കഴിഞ്ഞാൽ റെസെപ് തയ്യിപ് എർദോഗൻ, അദ്ദേഹം ഈ ഒരു ടൈം ലിമിറ്റ് റഫറൻഡം വെച്ചുകൊണ്ട് അങ്ങ് റിമൂവ് ചെയ്തു. അപ്പോൾ പ്രസിഡൻഷ്യൽ വണ്ണിലേക്ക് സിസ്റ്റത്തിനെ അങ്ങ് മാറ്റുക തന്നെ ചെയ്തു. ചൈനയിലായാലും സി ജിൻപിങ് 2 ടേം ക്യാപ്പ് ഉണ്ടായിരുന്നു 2018 വരെ, അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്തു. ഇൻഡെഫിനിറ്റ് ആയിട്ട് റൂൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓർത്തുക, ഇതേപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റ് ട്രംപിനും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, വഖഫ് ബില്ല് പാസ്സായി. ഇതിനെതിരെ പ്രൊട്ടസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ മുന്നേ വഖഫ് പ്രോപ്പർട്ടീസ് ഒരിക്കൽ വഖഫ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും വഖഫ് പ്രോപ്പർട്ടി തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ മുന്നേ സുപ്രീം കോടതി റൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റ് അതിനെ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ വഖഫ് അമെൻമെന്റ് ബില്ല് 2025 ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻസ് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറഞ്ഞ് മുന്നേ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വയലേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പെറ്റീഷൻസ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ സമസ്ത കേരള ജുമൈത്തുൽ ഉസ്ലേമയാണ് ഈ ഒരു വഖഫ് പ്രോപ്പർട്ടീസ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടീസ് വർഷങ്ങളായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഓൺ ചെയ്യുന്ന ഭൂമിയാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു നിയമം എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് റൈറ്റ്സിന്റെ അവകാശം കുറക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ സ്ക്രൂട്ടിനി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അമെൻമെന്റിൽ വരുന്നതായിട്ടുള്ളത്. 1954 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് തന്നെ റിലീജിയസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. 1998 സയ്യിദ് അലി കേസിലാണ് വഖഫുമായി ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു വഖഫ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അണ്ടർ ഇസ്ലാം മതത്തിന്റെ കീഴിലുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരു പ്രാവശ്യം അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കും, അതിനെ മാറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1985 കെ നാഗരാജ് കേസിലും ഈ ഒരു അമെൻമെന്റുകൾ പ്രത്യേകിച്ചും അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വഖഫ് പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യാനുള്ള എഫേർട്ടിനെ അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിലീജിയസ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ളതിനെ, അതായത് ഫോർമൽ ഡീഡ് ഒന്നും ഇല്ലാതെ റിലീജിയസ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വഖഫ് ബൈ യൂസർ എന്ന രീതിയിൽ ഉപയോഗിച്ചത്. ഇതിനെ റിമൂവ് ചെയ്യാണ് അന്ന് ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2019 ഈ ഒരു ബാബറി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട രാം ജന്മഭൂമി വേർഡിക്റ്റിലും വഖഫ് ബൈ യൂസറിനെ അതിനെ വാലിഡിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലാണ് ലീഗൽ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. കാരണം ആർട്ടിക്കിൾ 26 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം റിലീജിയസ് ഗ്രൂപ്പുകൾക്ക് അവരുടെ അഫയേഴ്സ് മതപരമായിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് വഴി, ലിമിറ്റ് ചെയ്യുന്ന വഴി ഈ ഒരു വയലേഷൻ ആണ്, ഇതിനെ വയലേറ്റ് ചെയ്യുകയാണെന്നാണ്, ഭരണഘടനാപരമായിട്ടുള്ള വയലേഷൻ നടത്തുന്നു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. കാരണം വർഷങ്ങളായിട്ട് വഖഫ് പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളെ അതിനെ പ്രൈവറ്റ് ലാൻഡ് ആയിട്ടോ ഗവൺമെന്റ് ലാൻഡ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നു വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മരുന്ന് ഇത് ഹാർട്ട് റിസ്കുകൾ കുറയും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സെമാഗ്ലൂട്ടൈഡ് എന്നാണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഇത് കാർഡിയോ വാസ്കുലർ റിസ്ക് കുറക്കാൻ വേണ്ടി പറ്റുന്ന ഡയബറ്റിക്സ് പേഷ്യൻസിലെ ഹൃദയ സംബന്ധമായിട്ടുള്ള റിസ്ക് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മരുന്നാണ് സെമാഗ്ലൂട്ടൈഡ് എന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ റീസെന്റ് ആയിട്ട് നടത്തിയ സ്റ്റഡിയിലാണ് ഈ ഒരു സെമാഗ്ലൂട്ടൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കാർഡിയോ വാസ്കുലർ ഡെത്തുകൾ, അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള മരണങ്ങൾ 14% കുറയുന്നു എന്ന് മനസ്സിലാക്കിയുള്ളത്. അപ്പോൾ ഇത് ഒരു ഓറൽ ഡയബറ്റിസ് ഡ്രഗ് ചെയ്യുന്ന ആൾക്കാരിൽ നടത്തിയ സ്റ്റഡിയിലാണുള്ളത്. ഈ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്നത് നേരത്തെ വെയിറ്റ് മാനേജ്മെന്റിന് 2021 അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗാണ്. ഒബേസിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ മരുന്ന് സാധാരണ കൊടുക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ട്രയൽ നടത്തിയപ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു രോഗം കുറയുന്നതിന് വേണ്ടി, മരണനിരക്ക് കുറയുന്നതിനും ഇത് സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ചും
ഓറൽ പ്രത്യേകിച്ചും കാർഡിയോവാസ്കുലർ റിസ്കുകൾ കുറക്കാൻ വേണ്ടിയിട്ട് സെമാഗ്ലൂട്ടൈഡ് സഹായിക്കുന്നു. നമ്മൾ ഓർത്ത് വെക്കേണ്ട എന്താണ് ഈ സെമാഗ്ലൂട്ടൈഡ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതായത് ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തത് ഇൻകം ടാക്സിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പുതിയ ഇൻകം ടാക്സിൽ കൊണ്ടുവന്ന ചേഞ്ച്? 12 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോ ടാക്സ് ഇൻ 12 ലക്ഷം എന്നുള്ളത് എന്താണ്, പുതിയ സ്ലാബ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ ടാക്സ് റെജീമിനെ കുറിച്ചാണ് പറയുന്നതായിട്ടുള്ളത്. ന്യൂ ടാക്സ് റെജീം ഈ പുതിയ ബഡ്ജറ്റിൽ 2025-26 ബഡ്ജറ്റ് പ്രകാരം 12 ലക്ഷം രൂപ വരെ ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർക്ക്, ആനുവൽ ഇൻകം 12 ലക്ഷം വരെയുള്ള ആൾക്കാർ ടാക്സ് ഫ്രീ ആണ് ന്യൂ ടാക്സ് റെജീമിൽ എന്നുള്ളതാണ്. ഇതിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി ചേർക്കുമ്പോൾ 12,70,500 വരെ സാലറി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പുതിയ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 4 ലക്ഷത്തിന് ഇന്റർവെല്ലാണ്. 4 ലക്ഷം വരെ 0 മുതൽ 4 ലക്ഷം വരെ 0% ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ളവർക്ക് 5% ടാക്സ് കൊടുക്കണം. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് 10% കൊടുക്കണം. 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ 15% കൊടുക്കണം. 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20% കൊടുക്കണം. 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25% കൊടുക്കണം. 24 മുതൽ മുകളിലുള്ള ആൾക്കാർ 30% ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ 0, 5, 10, 15, 20, 25, 30 എന്നിങ്ങനെയാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണെങ്കിൽ അയാൾ 4 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 4 ലക്ഷത്തിന് മേലെയുള്ള 1 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയാണെങ്കിൽ 5 ലക്ഷത്തിന് 5% ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പിന്നെ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് 12 ലക്ഷം, ഉദാഹരണത്തിന് 12,10,000 ആണ് അയാളുടെ വരുമാനമെങ്കിൽ അയാളുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ 61,500 രൂപയാണ്. 60,000 രൂപ വരും 12 ലക്ഷം വരെ, 1,500 രൂപ 10,000 രൂപക്ക് വേണ്ടിയിട്ട് വരും. ഓക്കെ, 15% എന്നുള്ള കണക്കിൽ. അപ്പോൾ ഈ ആൾക്ക് ഈ 60,000 രൂപയുടെ റിബേറ്റ് ആണ് ഗവൺമെന്റ് നൽകുന്നതായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 60,000 റിബേറ്റ് നൽകുക വെച്ചാൽ ഗവൺമെന്റ് കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇവിടെ നേരത്തെയുള്ള ടാക്സ് എന്നൊക്കെ വ്യത്യാസമായിട്ട് 25% എന്ന് പറഞ്ഞ ടാക്സ് കാറ്റഗറി ഉണ്ടായിരുന്നു. നേരത്തെ 20% കഴിഞ്ഞാൽ നേരെ 30%ത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ 25% വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സ് ബേർഡൻ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആവാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 75,000 കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 12 ലക്ഷത്തിന് മേലെ 75,000 രൂപ വരെ വന്നു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടാക്സ് കുറക്കാനും അത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം വെച്ചാൽ 60,000 രൂപയുടെ റിബേറ്റ് നൽകുന്നുണ്ട്. ഈ ഒരു 60,000 രൂപയുടെ റിബേറ്റ് കാരണമാണ് 12 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർ ടാക്സ് കൊടുക്കേണ്ടത്. ഓർത്ത് വെക്കുക, ഇതിനർത്ഥം ടാക്സ് 0 ആണെന്നല്ല, ഉള്ള ടാക്സ് ഗവൺമെന്റ് ഒഴിവാക്കി നൽകുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഈ റിബേറ്റ് പിൻവലിക്കാം, അന്ന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇന്നത്തെ ടാക്സ് കൊടുക്കേണ്ടില്ല, അതിനുശേഷമുള്ള ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്കൗണ്ട് പോലെയാണ്. താൽക്കാലികമായിട്ട് നമ്മളൊരു ഓഫർ പോലെ, കൂടുതൽ ന്യൂ ടാക്സ് റെജീമിലേക്ക് കൂടുതൽ ആൾക്കാർ വാ എന്ന് പറയുന്ന പോലെ ഒരു ഓഫർ പോലെയാണ്. ഇതൊരു ഡിഡക്ഷൻ അല്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 12 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആൾക്കാർക്ക് ഈ റിബേറ്റ് അപ്ലിക്കബിൾ അല്ല, അവർ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും. ഉദാഹരണത്തിന് 12,10,000 രൂപയാണ് ഒരാൾക്ക് വരുന്നതെങ്കിൽ 61,500 രൂപ അവർ ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ ഈ 60,000 രൂപയുടെ റിബേറ്റ് കിട്ടില്ല എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. പക്ഷെ അത് വലിയ പ്രശ്നമാണല്ലോ. ഉദാഹരണത്തിന് 12,70,000, അപ്പോൾ 75,000 രൂപയുടെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12,70,500 രൂപ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിബേറ്റ് അല്ലെങ്കിൽ മാർജിൻ റിലീഫ് അപ്ലിക്കബിൾ അല്ല എന്ന് കൂടി ഓർത്ത് വെക്കുക. അതിന് മേലെ അപ്ലിക്കബിൾ ആണെങ്കിൽ, ഉദാഹരണത്തിന് 12,70,500 വരെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മാർജിൻ റിലീഫ് 75,000 രൂപ കൊടുത്തിട്ടുണ്ട്. 12 ലക്ഷം വരെ റിബേറ്റഡ്, നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഒരാളുടെ ശമ്പളം 12,76,000 രൂപയാണെന്ന് വിചാരിച്ചോ, അപ്പൊ ഇയാള് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 കൊടുക്കണം 12 ലക്ഷം വരെയുള്ളത്, 1,500 രൂപ 76,000-ന് അതിൻ്റെതായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് വലിയ കൂടുതൽ വരും അല്ലേ. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന സംഭവം വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് 1,000 രൂപ അധിക വരുമാനം കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് കൂടുതൽ നികുതി കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു 1,000 രൂപ മാത്രം ഞാൻ നികുതി അടച്ചാൽ മതി. അപ്പോൾ 12,70,500 ടാക്സ് കൊടുക്കണ്ട, ഈ ഒരു 1,000 രൂപ അങ്ങ് അടച്ചു കൊടുക്കുക. ആ ഇൻകം, എക്സസ് ആയിട്ടുള്ള ഇൻകം നമ്മൾ അങ്ങ് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഗവൺമെന്റ് നമുക്ക് ടാക്സ് ഒഴിവാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്ത് അത് ടാക്സ് ആയി കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാഷണൽ പെൻഷൻ സ്കീം NPS-ലേക്കും മറ്റുമൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസും ടാക്സബിൾ ഇൻകം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്.
അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഹാദിയൻ പ്രോട്ടോ ക്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് എന്ന് വെച്ചാൽ പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഏർലി ഫോമർ, ക്രസ്റ്റ് ഭൂമിയുടെ ക്രസ്റ്റ്. ഓക്കെ, ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി രൂപാന്തരപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭൂമിയുടെ ക്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഹോട്ട് ആൻഡ് ഹെല്ലിഷ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി രൂപപ്പെടുന്ന സമയത്ത് ഭൂമിയുടെ ഒറിജിനൽ ഔട്ടർ ലെയർ ഫോം ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ജിയോളജിക്കൽ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ക്രസ്റ്റിനെയാണ് ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അന്ന് ഭൂമി എക്സ്ട്രീംലി ഹോട്ട് ആയിരുന്നു, മോൾട്ടൺ സർഫസ് ആയിരുന്നു, ഒരുപാട് സ്പേസ് ഡെബ്രിസുകളും സ്പേസ് റോക്കുകളൊക്കെ ഭൂമിയിൽ വന്ന് പതിച്ച സമയത്താണ്. പിന്നീട് ഈ ഒരു മാഗ്മ ഓഷ്യൻ കൂൾ ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ളതാണ് ഈ ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഖരാവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രസ്റ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ക്രസ്റ്റ് തിക്കറായി മാറുകയും അത് കോണ്ടിനെന്റ്സും മറ്റുമായിട്ട് പിന്നെ ടെക്ടോണിക് പ്ലേറ്റുകൾ പോലെയൊക്കെ ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റുകൾ ഡ്രിഫ്റ്റ് ചെയ്യുകയും കൊളൈഡ് ചെയ്യുകയും സബ്ഡക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് വളരെ യുണീക്ക് ആയിട്ടുള്ള കെമിക്കൽ സിഗ്നേച്ചേഴ്സും മറ്റുമൊക്കെ ക്രസ്റ്റിൽ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാഡിയൻ പ്രോട്ടോ ക്രസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റ് സബ്ഡക്ഷൻ റീജിയനുമായി ബന്ധപ്പെട്ട് നേരത്തെ ജിയോളജിക്കൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലേറ്റ് ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ്ങിനെയൊക്കെ മാറ്റുന്നതാണ് ഈ ഒരു പുതിയ സ്റ്റഡി എന്നാണ് പറയുന്നതായിട്ട് ഉള്ളത്. അപ്പോൾ അടുത്തത് US ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള താരിഫുകൾ ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റത്തെ തന്നെ ബാധിക്കുമെന്നാണ് സൗത്ത് കൊറിയ എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം സൗത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ മേലെ ഹൈ താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ എക്കണോമി, പ്രത്യേകിച്ചും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കൺട്രീസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഓദർ അല്ലെങ്കിൽ ഇവിടെ ന്യൂസിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.